മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാനെ കുറിച്ച് വിവരിക്കുന്ന ഹദീസിൽ, ദീർഘമായ ഹദീസിൽ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞു, വസ്തക്തിറു ഫീഹി മിൻ അർബഇ ഖിസാൽ, 4 കാര്യം നിങ്ങൾ വിശുദ്ധമായ റമദാനിൽ അധികരിപ്പിച്ചു ചെയ്യണം. ഖസ്ലതൈനി, 2 കാര്യം, തുർദൂന ബിഹിമാ റബ്ബക്കും, ആ 2 കാര്യം നിങ്ങൾ ചെയ്യുന്നത് മുഖേന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് തൃപ്തനാക്കാൻ കഴിയും. ആ 2 കാര്യങ്ങൾ ചെയ്താൽ റബ്ബിന്റെ തൃപ്തി നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കാനാണല്ലോ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, 2 കാര്യങ്ങൾ നോമ്പിനെ വർദ്ധിപ്പിക്കണം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അമ്മൽ ഖസലതാനി ലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും വശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കലാണ്. ഞാൻ ആലോചിച്ചു പോവാ, നമ്മുടെ കേരളത്തിലെ ആലിമീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ എത്ര നല്ല വഴിയാണ് നമുക്ക് കാണിച്ചത്. ഞാൻ ഇന്നും നിസ്കരിക്കാൻ ചില പള്ളികളിൽ കൂടിയല്ലോ. 4 റക്അത്ത് തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം മിണ്ടാതിരിക്കും, പിന്നെ എഴുന്നേറ്റ് നിന്ന് 4 നിസ്കരിക്കും. ഞാൻ ആരെയും ആക്ഷേപിക്കുകയില്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നമ്മുടെ സഹോദരങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പക്ഷെ നമ്മുടെ ആലിമീങ്ങൾ എന്ത് ചെയ്തു എന്നറിയാം? നമ്മുടെ ആലിമീങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചിട്ടയും കോർവയും ഉണ്ടാക്കി. 4 റക്അത്ത് കഴിഞ്ഞാൽ, തറാവീഹ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള 4 കാര്യങ്ങളും കോർപ്പിണക്കി ഒരു ദിക്ർ നമ്മളെ പഠിപ്പിച്ചു തന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. കേരളക്കാർ എത്ര വലിയ സൗഭാഗ്യമുള്ള ആളുകളാണ്. അതിൽ ഒന്ന് ഷഹാദത്ത് വർദ്ധിപ്പിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നോമ്പിന് മാത്രമല്ല, ഈ ഷഹാദത്ത് നമ്മൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചാൽ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷ തരും. ജീവിതത്തിൽ മുഴുവൻ, നോമ്പിന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് നോമ്പല്ലാത്ത കാലത്തും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളൂ, ഇത് ജീവിതത്തിൽ കുറെ പരിശുദ്ധ റമദാന്റെ സന്ദേശമാണ്. വ്രതവിശുദ്ധിയുടെ സ്വർഗസരണി എന്നാണല്ലോ നമ്മുടെ വിഷയം. പരിശുദ്ധ റമദാനിൽ ഇത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. റമദാനിലേക്ക് മാത്രമല്ല, ജീവിതം മുഴുക്കേണ്ടവനാണ്. റമദാൻ തന്നെ മറ്റു മാസങ്ങൾക്കുള്ള പ്രാക്ടീസാണ്. ജീവിതത്തിലേറെ നമ്മൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറെ നമ്മളത് ചൊല്ലിയാൽ മരിക്കണ സമയത്ത് അത് ചെല്ലാൻ കഴിയും. മരണം എന്ന് പറഞ്ഞാൽ സക്കറാത്തുൽ മൗത്ത്, അതൊരു വല്ലാത്ത പ്രയാസം. അല്ലാഹു എളുപ്പാക്കി തരട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങളത് വർദ്ധിപ്പിക്കണം. ഒരുപാട് നേട്ടമുണ്ട്. എന്താ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് തന്നെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞത്, മഫാത്തിഹുൽ ജന്ന ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെ ഹദീസിലുണ്ട്, തമനുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വിലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ വിലയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോമ്പാവുമ്പോ ടി വി ഒക്കെ പൂട്ടിച്ചിട്ട് മഗ്‌രിബിന് ശേഷം ഇശാന്റെ ശേഷം രാവിലെയും പകലും ഒക്കെ ഖുർആനും ദിക്റും ഒക്കെ ഉണ്ട്. നോമ്പല്ലാത്ത കാലത്ത് നമ്മൾ റിമോട്ട് കൺട്രോൾ എടുത്ത് നമ്മുടെ ഉമ്മമാർ ടി വിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്, വിശുദ്ധ റമദാൻ നമ്മളെ നയിച്ച സ്വർഗത്തിന്റെ സൽസരടയിൽ നിന്ന് നമ്മൾ പിഴച്ചു പോകലാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഹിദായത്ത് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, പണ്ട് കുട്ടിയെ താരാട്ട് പാടുമ്പോ പോലും ഉമ്മമാർ ഇതാ പറയാ, എന്തിന് ഈ കുഞ്ഞുമോൻ ഇതിന്റെ ആളാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദാർ വൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله. റമദാൻ നൽകുന്ന ഒരു സന്ദേശം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാലോ, അൻ ഉമർ റളിയല്ലാഹു അൻഹു ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി. അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നി ലാ യഅലമു കലിമ, എനിക്കറിയാം, ലാ യഅലമു കലിമ, തീർച്ചയായും എനിക്കൊരു വചനമറിയാം, ലാ യഖൂലുഹാ
തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിഷ്കളങ്കമായി ഏതൊരുമയാണോ വചനം പറയുന്നത് എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മരിക്കുകയും ചെയ്താൽ ഇല്ല അയാൾ അല്ലാഹു നരകത്തിന് നിഷിദ്ധമാക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്രതശുദ്ധിയിലൂടെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്. വിശുദ്ധമായ റമദാൻ പിന്നെയോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി റമദാനിന് മാത്രമല്ല ജീവിതത്തിൽ മുഴുവൻ നമ്മൾ നിലനിർത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസീരി റസൂലുള്ള ഞങ്ങളുടെ ഒരു യാത്രയിലായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ ഞങ്ങളുടെ ഒരു യാത്രയിലായിരുന്നു. ഫഖാല റസൂലുള്ള പറഞ്ഞു ഇസ്തഗ്ഫിറൂ നിങ്ങളെല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി എന്ന് പറഞ്ഞു. എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി. ഫസ്തഗ്ഫർനാ ഫഖാല അതിമുഹാ 70 വട്ടം ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം നമ്മൾ എത്ര ചൊല്ലണമെന്ന് ഹദീസിൽ സൂചനയുണ്ട്. 70 വട്ടം നിങ്ങൾ ചൊല്ലൂ. റമദാനിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. റമദാനിൽ മാത്രമല്ല റമദാൻ സ്വർഗത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ത് എന്ന് പഠിപ്പിക്കുന്ന പ്രാക്ടീസിന്റെ മാസമാണെന്ന് നമ്മൾ ആമുഖമായി പറഞ്ഞല്ലോ. ഇസ്തഗ്ഫിറൂ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. എന്നിട്ട് റസൂൽ പറഞ്ഞു അതിമുഹാ 70 വട്ടം ചൊല്ലി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 70 ഞങ്ങൾ ചൊല്ലി പൂർത്തിയാക്കി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു മാ മിൻ അബ്ദിൻ മലാഅമതിൻ യസ്തഗ്ഫിറുല്ലാഹ ഫീ യൗമിൻ 70 മറ. ഏതൊരു അടിമയാണോ ഏതൊരു അല്ലാഹുവിന്റെ ദാസനാണോ അടിമ പുരുഷനാവട്ടെ സ്ത്രീയാകട്ടെ ഒരു ദിവസം 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് ഖുർആൻ ഓതാൻ പറ്റില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്നതിന് ഒരു വിരോധത്തില്ല. 70 തവണ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും 700 തെറ്റ്. അയാൾ ആ ദിവസം ചെയ്ത 700 പാപം അല്ലാഹു പുറത്തു കൊടുക്കും. നീ കേട്ടോളി. അപ്പോ ഒരാൾക്ക് സംശയം 700 മേലൊരാൾ ചെയ്താലോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം വഖദ് ഖാബ അബ്ദുൻ ഔ അമതുൻ അമില ഫീ യൗമിൻ ഔ ലൈലത്തിൻ അക്തറ മിൻ 700 ദംബിൻ. ഒരു ദിവസം 700 തെറ്റിന് മേലെ ചെയ്യുന്ന ഒരാൾ പിന്നെ രക്ഷപ്പെടൂല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ മുറുകെ പിടിക്കണമെന്നത് റമദാനിന്റെ സന്ദേശമാണ്.